ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്ക് അവരാരും തന്നെ കോൺഗ്രസ് പാർട്ടിയിലില്ലെങ്കിലും ഞങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ കാണും. അവരാരെയല്ല മുഖ്യമന്ത്രിയാക്കി വേറെ ആരെയെങ്കിലുമാണ് മുഖ്യമന്ത്രിയാക്കുന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അല്ലെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്താലും ഞങ്ങളതിനെ അംഗീകരിക്കും. കാരണം ഞാനതിനെ അംഗീകരിക്കും. കാരണം ഞാൻ സ്നേഹിക്കുന്നത് ഈ പ്രത്യയശാസ്ത്രത്തെയാണ്. ഇതുപോലെയാണ് എന്റെ മാനസികാവസ്ഥയാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാർ മധ്യപ്രദേശിലെ ജ്യോതിരാദിത്യ സിന്ധ്യ പോയി, കാശ്മീരിലെ മുടിചൂട മന്നനായിരുന്ന ഗുലാം നബി ആസാദ് പോയി, മധ്യ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായിരുന്ന ആളുകൾ, PCC അധ്യക്ഷന്മാരായിരുന്നവരൊക്കെ പോയിട്ടുണ്ട്. ആ പോയിട്ടുള്ള ഇപ്പോഴും ഈ ത്രിവർണ്ണ പതാക അതിശക്തമായി നിലനിന്നതിന്റെ കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഈ ആശയത്തോടുള്ള പ്രതിബദ്ധതയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് ഒരു അഭ്യർത്ഥന എന്ന രീതിയിൽ പറയാനുള്ളത്, ദേശീയ നേതാക്കന്മാരെ, അതിന് KC വേണുഗോപാലാണെങ്കിലും ശ്രീ VD സതീശനാണെങ്കിലും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി സാറാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ആരെയും അപമാനിക്കാനുള്ള അധികാരം നിങ്ങൾക്കൊരാൾക്കുമില്ല. അങ്ങനെ അപമാനിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാനും സാധ്യമല്ല. ഇവരെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. നാളെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി, കേരളത്തിലെ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തെ 100% അംഗീകരിക്കും. കാരണം ഈ പ്രത്യയശാസ്ത്രത്തോടുള്ള സ്നേഹമാണ്, രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസമാണ്. രാഹുൽ ഗാന്ധിയെ വിശ്വാസത്തിലെടുത്ത് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ചുമതലപ്പെടുത്തിയതിനു ശേഷം അതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കൂ എന്ന് ആരെങ്കിലും കരുതിയാൽ ഫ്ലെക്സ് കീറിക്കൊണ്ടും ഫ്ലെക്സിൽ തുപ്പിക്കൊണ്ടും വിമർശനങ്ങൾ നടത്തിക്കൊണ്ടും നവമാധ്യമങ്ങളുടെ ആക്ഷേപം നടത്തിക്കൊണ്ടും നിർത്തിയാൽ ഇതൊക്കെ ക്ഷണഭംഗുരങ്ങളാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആത്യന്തികമായി കോൺഗ്രസ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിൽ, ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഈ നാടിന്റെ ഭരണഘടനയുള്ള വിശ്വാസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. എല്ലാ വ്യക്തികൾക്കും അപ്പുറത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിലാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസമെന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരു എല്ലാ പരിധികളും സീമകളും ലംഘിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ആര് മുഖ്യമന്ത്രിയാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിലുള്ള വിശ്വാസം, ത്രിവർണ്ണ പതാകയിലുള്ള വിശ്വാസം, ദേശീയ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു ഗൂഢമായ അർത്ഥങ്ങളുണ്ട്. ഇതൊന്നും വിഷയമല്ലെന്നേ. ദേശീയ തലത്തിലെ ശ്രീ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം, ഞങ്ങൾക്ക് ആ മനുഷ്യന് വിശ്വാസമുണ്ട്. ഈ രാജ്യത്താകമാനം ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്ന, രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടക്കുന്ന, കാരാഗ്രഹവാസത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന, ജീവന് പോലും ഭീഷണി നേടുന്ന രക്തസാക്ഷി കുടുംബത്തിൽ വരുന്ന ഒരു നേതാവിനെ വിശ്വസിക്കാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കണമെന്ന് വെച്ചാൽ നടക്കില്ല. ഞങ്ങളുടെ വിശ്വാസം രാഹുൽ ഗാന്ധിയിലാണ്. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം ഏതാണെങ്കിലും ഈ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കപ്പുറത്ത് മറ്റാരെങ്കിലും ആണെങ്കിലും രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ പ്രഖ്യാപിക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കും. അതാണ് പ്രഖ്യാപിക്കാനുള്ളത്. അതുകൊണ്ടാണ് പരസ്യമായി ഇങ്ങനെ പറയേണ്ടി വന്നത്. അതൊന്നും അറിയില്ല. ഇനി പ്രഖ്യാപനം ഇന്ന് വന്നാലും നാളെ വന്നാലും അല്ല, ഞാൻ പറഞ്ഞതാണ്, പ്രഖ്യാപനം ഇന്ന് വന്നാലും അന്ധമായ ആരാധക സമൂഹത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ നേതാവിനുമെതിരെ പലരും പറയുന്ന ആക്ഷേപങ്ങൾ, BJPയും CPMഉം പോലും പറയാൻ മടിക്കാത്ത ആക്ഷേപങ്ങൾ അഴിച്ചുവിടുകയാണ്, നവമാധ്യമങ്ങളില് എഴുതി തകർക്കുകയാണ്. ഞാൻ ഏതെങ്കിലും ഒരു ആളെ ഉദ്ദേശിച്ച് പറയുന്നതാണെന്ന് കരുതരുത് കേട്ടോ. വളരെ കൃത്യമായ സ്ക്രിപ്റ്റഡ് ഡോക്യുമെന്റ്സ് എല്ലായിടവും പടരുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. ഇത് കഴിഞ്ഞും ഇതിനു മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇതിനു ശേഷവും കോൺഗ്രസ് ഉണ്ട്, ഇനി അങ്ങോട്ട് കോൺഗ്രസ് ഉണ്ട്. ഇവരാരൊക്കെ തീർന്നാലും ആരൊക്കെ അവസാനിച്ചാലും ഈ നാടിന്റെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, രാജ്യത്തെ മൂല്യങ്ങൾ നിലനിൽക്കുന്നുള്ള കോൺഗ്രസ്. അതുകൊണ്ട് ആരാധക വൃന്ദം ശാന്തരാകൂ എന്നുള്ളതാണ് പറയാനുള്ളത്. അല്പം ഒരു പൊടി കടങ്ങണം, ഇവരെല്ലാം ഒരു പൊടി കടങ്ങണം. പറയുന്നത് കൊണ്ട് ഭീഷണിപ്പെടുത്തിയും അതല്ലെന്നുണ്ടെങ്കിൽ നവമാധ്യമങ്ങളോട് ആക്ഷേപിച്ച് നിർത്താമെന്ന് കരുതണ്ട. കാരണം ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥം കൊണ്ട് തന്നെ പറയാണ്, ഇവരാരുമില്ലെങ്കിലും കോൺഗ്രസ് നിലനിൽക്കും. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ ചുമതലപ്പെടുത്തിയതിനു ശേഷം ഭീഷണി കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തും കൊണ്ടും രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ അട്ടിമറിക്കാമെന്ന് കരുതണ്ട. രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും അതാണ് രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് ജനാധിപത്യ മതേതര വിശ്വാസികളുടെ താല്പര്യം. എന്റെ താല്പര്യം അതാണ്. അത് ശരിയായ തീരുമാനം അവരെടുക്കുമെന്ന വിശ്വാസവുമുണ്ട്.
നീതിയുക്തമായ തീരുമാനം ഉണ്ടാകുന്ന വിശ്വാസമുണ്ട്. അല്ലാതെ ആക്ഷേപങ്ങൾ കൊണ്ട് യാതൊരു കാര്യമില്ല. അല്ലെ, ഞാൻ പറഞ്ഞല്ലോ, നവമാധ്യമങ്ങൾ എന്നത് പുതിയ കാലത്തിന്റെ യാഥാർത്ഥ്യമാണ്. നവമാധ്യമങ്ങൾ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ജെനുവിനായി അഭിപ്രായം പറയാം, അല്ലാതെ മാനിപ്പുലേറ്റഡ് അഭിപ്രായം പറയാം. ഞാൻ അതുകൊണ്ടൊന്നും ഏതാണ് ജെനുവിൻ ഏതാണ് മാനിപ്പുലേറ്റഡ് എന്ന അഭിപ്രായം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഏതാണെങ്കിലും, ഇനി ശരിയാണെങ്കിലും ജെനുവിനാണെങ്കിലും മാനിപ്പുലേറ്റഡ് ആണെങ്കിലും പറയാനുള്ള ഇതാണ്. ഇവരെ ആരെയും കണ്ടിട്ടല്ല കേരളത്തിലെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇതിനകത്ത് നിന്നിട്ടുള്ളത്. പണ്ടും കോൺഗ്രസ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് തിരിച്ചടി നേരിട്ടുണ്ട്. 10 വർഷം, ഒരു ദശകത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ജനങ്ങളാണ് വോട്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ കായംകുളത്തൊന്ന് ജയിച്ചു. UDF-നെ സ്നേഹിക്കുന്നവർ മാത്രമാണ് വോട്ട് ചെയ്തത്. ചെട്ടികുളങ്ങരയിലെയും പത്തിയൂരിലെയും വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ചെട്ടികുളങ്ങരയിലും പത്തിയൂരിലും കോൺഗ്രസ് പാർട്ടി 6000-ൽ പര വോട്ടുകൾക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ജനമാണ് വോട്ട് ചെയ്തത്. ഒരു മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം. അതല്ലാതെ ഓണർഷിപ്പ് പിന്നെ ഞങ്ങൾ മാത്രമാണെന്ന് പറയുന്ന ഒരു രീതി ശരിയല്ല. ഈ പ്രസ്ഥാനത്തിനാണ് ജനം വോട്ട് ചെയ്തത്. തീർച്ചയായിട്ടും ആ ഒരു ഫീലിംഗ് ഉണ്ട്. ഞാനിത് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒന്നും കൊണ്ടല്ല, വളരെ കൃത്യമായൊരു മെസ്സേജ് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. കോൺഗ്രസിനെയാണ് സ്നേഹിക്കുന്നത്, കോൺഗ്രസിനൊപ്പമാണ്, രാഹുൽ ഗാന്ധിയുടെ തീരുമാനമൊപ്പമാണ്, ആ തീരുമാനത്തെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് ജനത്തിനാണ് ക്രെഡിറ്റ്. ടീം UDF എന്ന് പറയും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോയി. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. AICC ശക്തമായി പിന്തുണച്ചു, ജനം പിന്തുണച്ചു, പൊതുസമൂഹമാണ് ഇതിനെല്ലാം അപ്പുറത്ത് കൂടെ നിന്നത്. അപ്പോൾ ജനത്തിനെ നിരാശപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൂടാ, ജനത്തിനെ നിരാശപ്പെടുത്താൻ പറ്റില്ല. ഇതുകൊണ്ടാണ് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവരൊന്നുമല്ല, എല്ലാം അപ്രസക്തമാക്കിക്കൊണ്ട് പാർട്ടിയോടാണ് സ്നേഹം, പാർട്ടി പറയുന്നതാണ്, കൂടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അത് ശരിയായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.